നാടിനെയാകെ ഭീതിയിലാക്കിയ വയനാട്ടിൽ സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നിരിക്കുന്ന ദാരുണമായ വാർത്ത വരുന്ന മണിക്കൂറാണ്. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റ് സമീപം കാപ്പി പറിക്കാൻ പോയ രാധയാണ് കടുവ കൊന്നത്. കടുവ ഭക്ഷിച്ച നിലയിൽ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ അഭിജിത്ത് പുഴക്കുന്ന സംഭവ സ്ഥലത്തെന്ന വാർത്ത വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, നേരത്തെ നമ്മൾ പ്രതികരണം തേടുമ്പോഴൊക്കെ രാഷ്ട്രീയ പ്രമുഖരൊക്കെ പറയുന്ന സ്വാഭാവികമായ പ്രതിഷേധമാണ് എന്നാണ്. ഈ സ്വാഭാവിക പ്രതിഷേധമായി അതിനെ കണക്കാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഉടലും തലയും വേർപിരിഞ്ഞ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്വാഭാവിക സംഭവമായി അവിടെയുള്ളവർക്ക് തോന്നുന്നത് കൊണ്ടാണ്. അതായത് അവിടുത്തെ ജനത്തിൻ്റെയും അവരുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും സുരക്ഷ അതൊരു അവകാശമാണ്. അത് സംരക്ഷിക്കാനാകാത്ത ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ച കൂടിയാണ് ഇപ്പോൾ ഇവിടെ തുറന്നു കാണിക്കുന്നത്. ഇപ്പോൾ ഒടുക്കം നരഭോജിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കടുവയെ കൊല്ലാൻ അല്ലെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏത് ഘട്ടം വരെ ഇനി ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, അതിന് സർവൈലൻസ് ക്യാമറകൾ വെക്കേണ്ടതുണ്ട്, മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കടുവയെ കൊല്ലാൻ അതാണ് ഇപ്പോൾ നിലവിൽ ആ നാട്ടുകാർക്ക് ഏറ്റവും ആശ്വാസകരമാകുന്ന വാർത്ത. തുടർ ജീവഹാനികൾ സംഭവിക്കാതിരിക്കാൻ കടുവ ഇല്ലാതാകണം. അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രത്തോളമായി, എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? സുഹൈൽ, ഞാനിപ്പോൾ ഉള്ളത് ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്താണ്. ഇവിടെ നിന്ന് അല്പം മുകളിലേക്ക് മാറിയാണ് ഈ സംഭവം നടന്ന പ്രദേശം. അതായത് ഈ രാധ കപ്പിക്കുരു പറിക്കുന്നതിനായി ശേഖരിക്കുന്നതിനായി പോയ സ്ഥലം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മേഖലയിൽ അല്പം മുകളിലോട്ട് മാറിയാണ്. അവിടെ നിന്നാണ് ഈ കടുവ വനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്ന് ഈ കടുവ പുറത്തേക്ക് ഇറങ്ങി വരികയും രാധയുമായി ഏകദേശം 200 മീറ്ററോളം ഉൾവനത്തിലേക്ക് സഞ്ചരിച്ചു എന്നാണ് നമ്മൾ. പ്രിയദർശിനി എസ്റ്റേറ്റിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയതാണ് രാധ. ഒരു തോട്ടത്തിൽ നിന്ന് മറുതോട്ടത്തിലേക്ക് പോകുന്നത് വനത്തിന്റെ ഒരു ഇടനാഴിയിലൂടെയാണ്. പക്ഷെ അത് പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ്. ഇത്തരത്തിൽ ആ പാതയിലൂടെ രാധ സഞ്ചരിക്കുമ്പോൾ കടുവ രാധയെ വലിച്ചിഴച്ച് ഉൾവനത്തിലേക്ക് കൊണ്ടുപോയി അങ്ങേയറ്റം ദാരുണമായ രീതിയിൽ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലയും ഉടലും വേർപിരിഞ്ഞ നിലയിൽ വേർപെട്ട നിലയിൽ ഇപ്പോഴും തലയുടെ ഭാഗം കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ രാധയുടെ മൃതദേഹം എത്രത്തോളം വികൃതമായിട്ടുണ്ടാവും, മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പോലും കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ അത് എത്രത്തോളം വേദനിപ്പിക്കും. ഇക്കാര്യങ്ങളെല്ലാം വളരെ സ്വാഭാവികമായ സംഭവങ്ങളായിട്ടാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ പോലും വിലയിരുത്തുന്നത്. നേരത്തെ സംസാരിച്ചവരെല്ലാം പറഞ്ഞത് സ്വാഭാവിക പ്രതിഷേധം എന്നാണ്. അത് സ്വാഭാവിക പ്രതിഷേധമാകുന്നത് ഇത്തരം സംഭവങ്ങൾ ആ നാട്ടിൽ സ്വാഭാവികമായി മാറുന്നത് കൊണ്ടാണ്. അതൊരു അസ്വാഭാവിക സംഭവമായി കാണേണ്ടതുണ്ട്. ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിക്രമങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട്. ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ത്വരിതമായി 10-11 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ജീവൻ പോലും ഇല്ലാതാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല കൂടി സർക്കാർ അധികൃതർക്ക് ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. ഇപ്പോൾ അഭിജിത്ത് തുടരാം. സുഹേൽ, ഞാൻ സൂചിപ്പിച്ചത് നമ്മളിപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സമീപത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കപ്പിക്കുരുവൊക്കെ ശേഖരിക്കുന്നതിനായാണ് ഈ രാധ എന്ന സ്ത്രീ ഈ എസ്റ്റേറ്റിലേക്ക് എത്തിയത്. അത് ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടേക്ക് എത്തിയ രാധയെ ഏതാണ്ട് 8-9 മണി സമയത്താണ് ഈ കടുവ വനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തുകയും ഇവരുമായി ഏതാണ്ട് 200 മീറ്ററോളം ഉൾവനത്തിലേക്ക് പോവുകയും ചെയ്തത്. പിന്നീട് ഈ സ്വാഭാവികമായി അവിടെ ഈ പരിശോധന നടത്തുന്ന തണ്ടർബോൾട്ട് സംഘങ്ങളാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നതും പിന്നീട് അത് നാട്ടുകാർ അറിയുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കടുവയുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് അത് ഈ പ്രദേശവാസികൾക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈ പ്രതിഷേധം ഇത്രയും രൂക്ഷമാകാനുള്ള ഒരു കാരണവും. മന്ത്രി ആദ്യം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. തങ്ങൾ പലതവണ ഇവിടെയുള്ള ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പലതവണ തങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ തങ്ങൾ അറിയിച്ചതാണ്. പക്ഷെ അപ്പോഴൊന്നും യാതൊരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുകാരുടെ ആരോപണം. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജീവഹാനി ഉണ്ടാകില്ല എന്ന കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. അവർ വലിയ പ്രതിഷേധമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ മന്ത്രി OR കേളുവിന് മുന്നിലും നടത്തിയത്. പിന്നീട് മന്ത്രി ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകിയതിന് ശേഷമാണ് ആ പ്രതിഷേധം ശമിച്ചതും നിലവിലിപ്പോൾ രാധയുടെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തത്. നമുക്ക്
ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഈ കാപ്പി തോട്ടമാണ്. ഈ തോട്ടത്തിൽ ജോലിയെടുത്ത് ജീവിക്കുന്നവരാണ്. ആദിവാസി സ്ത്രീയാണ്. തൻ്റെ ഭർത്താവ് അവരെ ഇവിടേക്ക് കൊണ്ടുവിടുന്നു രാവിലെ 8 മണിയോടടുപ്പിച്ച്. സാധാരണ രീതിയിൽ അവർ ഇവിടേക്ക് ജോലിക്കായി എത്തുന്നതാണ്. അതിനുശേഷം നനച്ചിരിക്കാതെ പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഈ രാധയുടെ നേർക്കുണ്ടാകുന്നതും തുടർന്ന് അവരെ ഈ കടുവ വനത്തിനകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. നമുക്കറിയാം, വയനാട്ടിൽ നേരത്തെയും നിരവധിയായ കടുവയുടെ സാന്നിധ്യം, കടുവയുടെ ആക്രമണങ്ങൾ ഒക്കെ പ്രജീഷ് എന്ന യുവാവിൻ്റെ മരണം അത് 1 വർഷം മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് ഇതിനിടയിൽ അമരിക്കുനിയിൽ ഉൾപ്പെടെ കടുവ ഇറങ്ങുന്നു, ആടുകളെ പിടിക്കുന്നു. പിന്നീട് കൂട് സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. കടുവ കൂട്ടിലാകുന്നു. അങ്ങനെ പല സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വന്യമൃഗങ്ങൾ, വന്യജീവി സംഘർഷം അതിൻ്റെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാഴ്ച കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് വയനാട്. നമുക്കിപ്പോൾ സുർജിത്ത് കൂടിയുണ്ട്. സുർജിത്ത്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം നിരവധിയായ വീടുകളുണ്ട്, ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇതിന് തൊട്ടടുത്താണ് ഈ കടുവ ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമല്ലേ അത്? അഭിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ആ പ്രദേശത്തേക്ക് നടക്കുകയാണ്. ഇത് വലിയ സമതലം, ആ തേയിലത്തോട്ടങ്ങൾ, അതിനിടയിലൂടെ റോഡ്, അങ്ങനെ ഒരു വലിയ കയറ്റം കടന്ന് വേണം ആ കൊല്ലിയിലേക്ക് എത്താൻ. അവിടേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ഈ പ്രദേശവാസി കൂടിയ രാജൻ നമ്മുടെ ചേരുകയാണ്. രാജേട്ടാ, ഈ മേഖല എങ്ങനെയാണ് ശരിക്കും? ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഉരുളൊക്കെ പൊട്ടി ആ ഒരു പഴയ വഴിയൊന്നും ഇല്ലാത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ പെൻസിലിങ് ലൈന് ഏകദേശം പകുതി വരെ ഉള്ളൂ. ആ ലൈനിൽ കൂടാണ് ഇന്ന് ഈ ഒരു രാധ എന്ന് പറയുന്ന ചേച്ചി അതിരാവിലെ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ഇത് സംഭവം ജീവഹാനി നഷ്ടപ്പെട്ടു. അങ്ങനെ ഉള്ളതാണ്. ഈ രാവിലെ കാപ്പി പറിക്കാൻ വേണ്ടി പോയതാണോ അവർ? രാവിലെ കാപ്പി പറിക്കാൻ പോകുന്ന വഴിയാണ് ഇത് സംഭവിച്ചത്. ഇവിടെ നേരത്തെ ഇങ്ങനെ കടുവകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? 1-2 പ്രാവശ്യം ഞങ്ങൾ ഈ അധികാരികളോട് സംഭവം കണ്ടിരുന്നു. അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ രേഖാമൂലം കൊടുത്തു, അതിൻ്റെ തെളിവുകൾ കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നിട്ട് അധികാരികൾ യാതൊരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. മൃതദേഹം കണ്ടിരുന്നു? പോയിരുന്നു. മേഖലയിൽ എങ്ങനെയാണ് മൊത്തത്തിലൊരു അവസ്ഥ? എന്താണ് മേഖലയിലെ അവസ്ഥ? ഒരു ദയനീയ അവസ്ഥയാണ്. അത് നമുക്ക് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ഇത് വലിച്ചഴിച്ച് കൊണ്ടുപോകണം ഉണ്ടായിട്ടുള്ളത്? ഇല്ല, കുറച്ച് അഴിച്ച് ആ നിലയിലാണ് കാണപ്പെട്ടത്. എന്തായാലും നേരത്തെ നമ്മൾ ഷാനവാസിൻ്റെ പ്രതികരണം എടുത്തതായിരുന്നു. ആ മേഖലയിലേക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു സംഘമായി തന്നെയാണ് ആ മേഖലയിലേക്ക് പോകുന്നത്. കാരണം വളരെ ശ്രദ്ധയോടും കൂടി വേണം അവിടേക്ക് പോകാൻ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പരിചയസമ്പന്നരായ നാട്ടുകാരുടെ കൂടെയാണ് നമ്മളവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ കയറ്റമൊക്കെ ഉണ്ട്. അതിനുശേഷം ഒരു വലിയ മലയാണ്. ആ മല ഒരു വനമേഖലയാണ്. ആ വനമേഖലയോട് ചേർന്ന് ആ മല എന്ന് പറയുന്നത് അവിടെ നിന്നാൽ തിരുനെല്ലിക്കാടുകൾ കാണാവുന്ന വിധത്തിൽ ഉള്ള പ്രദേശമാണ്. തലപ്പുഴയ്ക്കും മാനന്തവാടിക്കും ഇടയിലുള്ള പഞ്ചാരക്കൊല്ലുന്ന ഭാഗത്തേക്ക് സുർജിത്തും അഭിഷിത്തുമടങ്ങും ഞങ്ങൾ പ്രതിനിധികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിരന്തരം ഇത്തരത്തിൽ വന്യമൃഗ ശല്യമുള്ള, വന്യമൃഗത്തിന്റെ ഭീതിയിൽ കഴിയുന്ന ഒരു ജനതയാണ്. ആ ജനതയുടെ ഭീതി ഇരട്ടിപ്പിച്ചുകൊണ്ട് അവരിൽ ഒരാൾ ഇപ്പോൾ കടുവ ജീവനെടുത്തിരിക്കുന്നു, കടുവ ഇല്ലാതാക്കിയിരിക്കുന്നു. അതും അങ്ങേയറ്റം ക്രൂരമായി തലയും ഉടലുമടക്കം വേർപെട്ട നിലയിൽ ഒരു ജീവനെടുത്തിരിക്കുന്ന ദുഃഖകരമായ ദൗർഭാഗ്യകരമായ വാർത്ത വയനാട് പഞ്ചാരക്കൊല്ലിൽ നിന്ന് വരുന്ന മണിക്കൂറുകൾ. എന്തായാലും കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഒറ്റ ആശ്വാസ വാർത്ത മാത്രമാണ് ഇപ്പോൾ വരുന്നത്.